മരുന്നാണേലും അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിനാണ് ഈ സോറിയാസിസിന്റെ ട്രീറ്റ്മെന്റിൽ സ്റ്റെപ്പ് അപ്പ് ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയിൽ വരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ ഒരു ഇത് പറയാൻ മറന്നുപോയി. ഇത് കഴിഞ്ഞ ഫോട്ടോതെറാപ്പി എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ സോറിയാസിസിന് ഉപയോഗിക്കാറുണ്ട്. അതായത് പൂവ തെറാപ്പി എന്നൊക്കെ പറയുന്നത്. അത് സാധാരണ മെയിൻലി ഉപയോഗിക്കുന്നത് വിറ്റിലിഗോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വെള്ളപ്പാണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സെയിം ട്രീറ്റ്മെന്റ് തന്നെ സോറിയാസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സൊറാലിൻ ഒക്കെ ഉള്ള ഒരു മരുന്ന് കഴിച്ചിട്ട് സൂര്യപ്രകാശത്തിലിരിക്കുകയോ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് കൊള്ളുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പൊ ഏത് സ്ട്രോങ് മെഡിസിൻസ് എടുത്താൽ, ഈവൻ സ്റ്റിറോയിഡ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൽഡർ ഫോമിനൊക്കെയാണ് ഇമ്മീഡിയറ്റ് തന്നെ നല്ലൊരു ആശ്വാസം കിട്ടും. പക്ഷെ നമ്മുടെ ഈ നമ്മുടെ പ്രോബ്ലം സ്റ്റിറോയിഡിന്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ മെതോട്രക്സറ്റിന്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ ബയോളജിക്കൽസിന്റെ കുറവുകൊണ്ടോ അല്ല നമുക്ക് രോഗം വന്നിരിക്കുന്നത്. രോഗം വന്നിരിക്കുന്നത് നമ്മളുടെ ബോഡിയുടെ ജെനറ്റിക്സും നമ്മളുടെ ജീവിതശൈലിയായിട്ട് ചേരാതെ വന്നിരിക്കുന്നുണ്ടാണ്. അപ്പൊ ജെനറ്റിക്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമുക്ക് മാറ്റാൻ പറ്റില്ല. ജെനറ്റിക്സ് നമ്മുടെ ഡി എൻ എയിലുള്ളതാണ്, അത് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ ഡി എൻ എയിൽ ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് വരണം. അതായത് അതിന്റെ ഒരു എക്സ്പ്രഷൻ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്, ഈ അസുഖത്തിലേക്ക് വരുത്തുന്നത് ഈ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഈ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മളുടെ ഫുഡ്, എക്സസൈസ്, നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, ടോക്സിൻ ലെവൽ ഒക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒത്തിരി ടോക്സിക് സ്ട്രോങ് മെഡിസിനിലേക്ക് പോയി നമുക്ക് സിംറ്റംസ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് എടുക്കാം. ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഇപ്പം സ്കെയിലിങ്ങും പെയിനും ചൊറിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മോഡറേറ്റ് ആയിട്ടുള്ള സ്ട്രോങ് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി സ്റ്റിറോയിഡ്സ് ഒക്കെ പോലെയുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിക്കവാറും അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓർ ഇത്തിരി കൂടെ സ്ട്രോങ്ങർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോയി എടുക്കുക. പക്ഷെ ആ സിംറ്റംസ് ഒന്ന് സപ്രസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ റൂട്ട് കോസിലേക്ക് നമ്മൾ മാറണം.